മനസ്സിലൊരു കഥയുണ്ട്, ആരും പറഞ്ഞിട്ടില്ലാത്ത ഒരു കഥ. ആ കഥ എപ്പോഴെങ്കിലും സിനിമയാക്കിയാൽ കൊള്ളാമെന്നുണ്ട്. ഇങ്ങനൊരു സ്വപ്നം നിങ്ങളുടെ മനസ്സിലുണ്ടോ? ഉണ്ടെങ്കിൽ ചരിത്രത്തിലെ ഏറ്റവും നല്ല സമയത്താണ് കേട്ടോ ഇന്ന് ജീവിക്കുന്നത്. ഒരു കഥയുണ്ടെങ്കിൽ അതിനെ സിനിമയാക്കാൻ AI സഹായിക്കുന്ന സുവർണ കാലമാണ്. പറഞ്ഞു വരുന്നത് AI ഫിലിം മേക്കിംഗ് റവല്യൂഷനെ കുറിച്ചാണ്. സംഗതി AI ആണെങ്കിലും ഇതൊരു സാധാരണ ടെക്നോളജി ക്ലാസ്സല്ലേ കേട്ടോ, മറിച്ച് ഫിലിം പ്രൊഡക്ഷന്റെ ഭാവിയിലേക്ക് നമ്മൾ ഒരുമിച്ചൊരു യാത്ര നടത്താൻ പോവുകയാണ്. അത് ഒരു കഥാകാരന്റെ കാഴ്ചപ്പാടോടെ അല്ലെങ്കിൽ ഒരു സംവിധായകന്റെ മനസ്സോടെ നിങ്ങളുടെ ക്രിയേറ്റീവ് ജേണിയിൽ ഏറ്റവും വിശ്വസ്തനായ കൂട്ടാളിയായി AI എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. AI എന്നത് നമ്മളെക്കാൾ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന ടെക്നോളജി മാത്രമല്ല, നമ്മുടെ ഭാവനയ്ക്ക് പുതിയ ലോകം നൽകുന്ന ഒരു സാങ്കേതിക സംവിധാനമാണ്. ഒരു സാധാരണ പ്രേക്ഷകന്റെ കണ്ണിലൂടെ അല്ലാതെ ഒരു ഫിലിം മേക്കറുടെ കണ്ണിലൂടെ AI എങ്ങനെ കാണാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സിനിമ ഉണ്ടാക്കുക എന്നത് ഒരു വലിയ പണിയുള്ള കാര്യമാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യമാണ്. തിരക്കഥാകൃത്തുക്കളും ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യന്മാരും രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ പണിയെടുക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. AI വലിയ സാധ്യതകൾ ഉപയോഗിച്ച് ഈ പ്രോസസ്സിനെ എങ്ങനെ കൂടുതൽ സിമ്പിളും വേഗത്തിലും ചെയ്യാമെന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ്. മുൻപ് വലിയ ഹോളിവുഡ് സ്റ്റുഡിയോകൾക്ക് മാത്രം കിട്ടിയിരുന്ന സാങ്കേതിക വിദ്യകൾ ഇപ്പോൾ ചെറിയ ടീമുകൾക്കും ഷോർട്ട് ഫിലിം ഉണ്ടാക്കുന്നവർക്കും എളുപ്പത്തിൽ കിട്ടുന്നുണ്ട്. ഇങ്ങനെ കിട്ടുമ്പോൾ അത് കുറഞ്ഞ ചിലവിൽ മികച്ച AI സിനിമകൾ ഉണ്ടാക്കാൻ ആർട്ടിസ്റ്റുകളെ സഹായിക്കുമെന്ന കാര്യം ഉറപ്പാണ്. വളരെ ലളിതമായി പറഞ്ഞാൽ ഒരു സിനിമയുടെ എല്ലാ ഘട്ടത്തിലും AI സാധ്യതകൾ ഉപയോഗിക്കുന്നതിനെയാണ് AI ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത്. ഒരു സിനിമ ഉണ്ടാക്കുന്നതിൻ്റെ 3 പ്രധാനപ്പെട്ട സ്റ്റേജസ് ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. നിങ്ങളൊരു പ്രൊഫഷണൽ ഫിലിം മേക്കർ ആണെങ്കിൽ ഈ ഭാഗം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ കേട്ടോ. പ്രീ പ്രൊഡക്ഷൻ. ഒരു സിനിമാ ഷൂട്ടിങ്ങിന് മുൻപുള്ള തയ്യാറെടുപ്പുകളെയാണ് പ്രീ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. കഥ, തിരക്കഥ, സ്റ്റോറി ബോർഡ്, ബഡ്ജറ്റ് പ്ലാനിംഗ് ഇതെല്ലാം ഈ സ്റ്റേജിലാണ് കേട്ടോ നടക്കുന്നത്. എന്താവണം നമ്മുടെ സിനിമ എന്ന് തീരുമാനിക്കുന്നത് ഈ ഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് സിനിമയുടെ അടിത്തറയാണ് ഇതെന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ. കഥയും തിരക്കഥയും എല്ലാം സെറ്റായാൽ പിന്നെ നമ്മൾ പ്രൊഡക്ഷനിലേക്ക് കടക്കും. അതായത് സിനിമയുടെ ഷൂട്ടിങ്ങിലേക്ക് കടക്കുമെന്നർത്ഥം. നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത കഥ നേരിൽ കാണുന്ന സീനുകളായി മാറുന്നത് ഇവിടെ വെച്ചാണ്. ഇവിടെ നമ്മുടെ ക്യാമറാമാൻമാരുണ്ടാകും, ലൈറ്റുകൾ സെറ്റ് ചെയ്യുന്നവരുണ്ടാകും, പിന്നെ ശബ്ദം റെക്കോർഡ് ചെയ്യുന്ന ടീമും ഉണ്ടാകും. സിനിമയിൽ അഭിനയിക്കുന്ന നടന്മാരും നടിമാരും വന്ന് അഭിനയിക്കുന്നത് ഈ സമയത്താണ്. എല്ലാവരും ഒരുമിച്ച് കഷ്ടപ്പെട്ട് ഓരോ സീനും എടുത്ത് സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പൂർത്തിയാക്കുന്നത് ഈ ഘട്ടത്തിലാണ്. പോസ്റ്റ് പ്രൊഡക്ഷൻ. ഷൂട്ട് ചെയ്ത ഭാഗങ്ങളെല്ലാം ഒരു നല്ല സിനിമയാക്കി മാറ്റുന്നത് പോസ്റ്റ് പ്രൊഡക്ഷനിലാണ്. വീഡിയോ ക്ലിപ്പുകൾ എല്ലാം എഡിറ്റ് ചെയ്ത് സൗണ്ട് ഡിസൈൻ, മ്യൂസിക്, പിന്നെ VFXും എല്ലാം സിനിമയുടെ ഭാഗമാകുന്നത് ഈ സമയത്താണ് കേട്ടോ. അപ്പോൾ മാത്രമാണ് നമ്മൾ കാണുന്ന ഒരു സിനിമ പൂർണ്ണമായി ഉണ്ടാകുന്നത്. നമ്മുടെ ഈ കോഴ്സിലൂടെ സിനിമയുടെ ഈ 3 സ്റ്റേജുകളിലും AI എങ്ങനെ ഒപ്പം കൂട്ടാമെന്ന് നമ്മൾ പഠിക്കും. നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിലുള്ള കഥകളെ AI സഹായത്തോടെ നമ്മൾ സിനിമകളാക്കി മാറ്റും. അതിന് പക്ഷേ AI ടെക്നോളജിയും സിനിമയുടെ ഗ്രാമറും ഒന്നിച്ചു പഠിക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. നല്ലൊരു ഫിലിം മേക്കർ ആകണമെങ്കിൽ നല്ല സിനിമകൾ കാണണം. വെറുതെ കാണുക എന്നതല്ല, മറിച്ച് ഓരോ സിനിമയുടെയും പാറ്റേണും എസ്തെറ്റിക്സും ഇമോഷണൽ കണക്റ്റും സാങ്കേതിക വശങ്ങളും മനസ്സിലാക്കി വേണം കാണാൻ. ഇവിടെ AI ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത് വെറും ഒരു ടെക്നോളജി പഠനം മാത്രമല്ല എന്ന് നമ്മൾ പറഞ്ഞു. നമ്മുടെ ആശയങ്ങളെയും AI കഴിവുകളെയും ഒരുമിച്ച് ചേർക്കുന്ന പണിയാണിത്. കുറച്ച് ടൂളുകളൊക്കെ ഉപയോഗിക്കാൻ അറിയാമെന്ന് കരുതി ആർക്കും ഒരു നല്ല AI സിനിമ ഉണ്ടാക്കാൻ പറ്റണമെന്നില്ല. അതിന് നല്ലൊരു കഥ വേണം. കഥകളുടെ വികാരങ്ങളെ അല്ലെങ്കിൽ ഇമോഷൻസിനെ മനസ്സിലാക്കാൻ പറ്റണം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. മനുഷ്യന് മാത്രം പറ്റുന്ന ഒരു സാധനമുണ്ട് കേട്ടോ. അതാണ് എമ്പതി അല്ലെങ്കിൽ സഹാനുഭൂതി. നമ്മൾ മനുഷ്യന്മാരുടെ ഇമോഷണൽ ഡെപ്ത് മെഷീനുകൾക്ക് മനസ്സിലാകണമെന്നില്ല. AI കാര്യങ്ങളെ പഠിക്കുന്നത് അത് ട്രെയിൻ ചെയ്യപ്പെട്ട ഡേറ്റകളുടെയും പാറ്റേണിൻ്റെയും മാത്രം അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് നമ്മുടെ കഥയിലെ വികാരങ്ങളും സഹാനുഭൂതിയും കൈകാര്യം ചെയ്യാൻ നമ്മൾ മനുഷ്യർ തന്നെയാണ് നല്ലത്. എന്നാൽ മനുഷ്യന് പെട്ടെന്ന് ചെയ്യാൻ പറ്റാത്ത
പല കാര്യങ്ങളും AI മോഡലുകൾക്ക് അതിവേഗത്തിൽ ചെയ്യാൻ സാധിക്കും. ലക്ഷക്കണക്കിന് ഡേറ്റകൾ പഠിച്ച് അതിൽ നിന്നുള്ള റിസൾട്ട് വേഗത്തിൽ തരാൻ AIക്കുള്ള കഴിവ് അപാരമാണ്. AI മോഡലുകളെ പഠിപ്പിക്കുന്ന ഡേറ്റ ചിലപ്പോൾ ദൃശ്യങ്ങളാവാം, ശബ്ദമാവാം, സംഗീതമാവാം, അങ്ങനെ എന്തുമാവാം കേട്ടോ. ഇതിനെല്ലാം പറ്റുന്ന സ്പെഷ്യലി ട്രെയിൻഡ് AI മോഡലുകൾ ഇന്ന് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഈ മോഡലുകളാവട്ടെ ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിച്ച് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യനും AIയും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്പേസ്, അതാണ് നമുക്ക് വേണ്ടത്. ഇവിടെയാണ് ഹോളിവുഡ് ഡയറക്ടർ ക്രിസ്റ്റഫർ നോളൻ പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. AIയുടെ അതിവേഗത്തിലുള്ള വളർച്ച സിനിമാ നിർമ്മാണത്തെ നമുക്കിപ്പോൾ പ്രവചിക്കാൻ കഴിയാത്ത വിധം മാറ്റുമെന്ന കാര്യം ഉറപ്പാണ്. എന്നാൽ കഥകൾ പറയാൻ മനുഷ്യനോളം മറ്റൊന്നിനും കഴിയില്ല. അത് AIക്ക് മാറ്റാനും കഴിയില്ല. ഇത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ചോദ്യം ഇതാണ്: ഒരു സിനിമ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഒരു ഓഗ്മെന്റഡ് ഹ്യൂമൻ ആകാൻ തയ്യാറുണ്ടോ എന്നതാണ്. അതായത് മനുഷ്യന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും AIക്ക് നന്നായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും കൃത്യമായി യോജിപ്പിക്കാൻ കഴിയുന്ന ഒരാൾ. അതിനെയാണ് AI ഫിലിം മേക്കിങ്ങിലൂടെ ഞങ്ങൾ ലക്ഷ്യമിടുന്നത്.